നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിച്ചു കഴിഞ്ഞ ഒന്നല്ല. അത് വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇന്ന് ഇവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് വരാൻ പോകുന്ന ഭാവിയെ നമുക്ക് മാറ്റിമറിക്കാനായിട്ടും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഭാവിയെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും വ്യക്തമായിട്ടുള്ള ഒരു കാൽക്കുലേഷനും നടത്തുക. ഭാവിയിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഭാവിയിൽ ആ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ധാരണ, ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഭാവിയെ വിട്ടുകൊടുക്കുക. ഇന്ന് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക. ഇന്ന് ഇവിടെ ഇപ്പോൾ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. നമുക്കറിയാം, ഈ പ്രസൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ്. നമ്മൾ സാധാരണഗതിയിൽ ധ്യാനത്തിലേക്കൊക്കെ കടന്നു പോകുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ ഈ പ്രസൻറ്റിലേക്ക് നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, പ്രസൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം മനോഹരമാണ്. നമുക്ക് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ആവശ്യമുള്ളതിലും കൂടുതൽ കാര്യങ്ങളെ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.